അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തരും. ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം 6 4 കൂട്ടി 10 എഴുതി, 4 തന്നെ കൂട്ടി 14 എഴുതി. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 4 കൂടി പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10th ടേം അല്ലെങ്കിൽ നിങ്ങളോട് 10ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഏത് പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, 10ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, 20ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, 15th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, 100th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, 100ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, ദേ ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഏത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ആ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക, dn പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷൻ എപ്പോൾ എഴുതിയാലും ഈ ഇക്വേഷന്റെ സൈഡിലേക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള എഫ് എടുത്തെഴുതണം, ഡി എടുത്തെഴുതണം, എൻ എടുത്തെഴുതണം. എഫ് എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം, ആദ്യം കിടക്കുന്ന സാധനം 6. ഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമൺ ഡിഫറൻസ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ 10ന്ന് 6 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4. അതായത് ഏതാണ് കൂടിക്കൂടി പോയതെന്നാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ കുറഞ്ഞു പോയത് ഏതാണെന്ന് അറിയേണ്ടത്. ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 10ാമത്തെ പദമാണ്, 10th ടേം ആണ്. അപ്പോൾ ഈ n നമ്മൾ 10 ആയിട്ട് എടുക്കണം. നമുക്ക് 20th ടേം 20ാം പദമാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നെങ്കിലോ n 20 ആയിട്ട് എടുക്കണം. 50ാം പദമാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നെങ്കിലോ n 50 ആയിട്ട് എടുക്കണം. അത്രേ ഉള്ളൂ. ഇനി അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡി എത്രയാണ്? 4 ഇൻറ്റു n എത്രയാണ്? 10 പ്ലസ് എഫ് എത്രയാണ്? 6 മൈനസ് ഡി എത്രയാണ്? 4. 4 ഇൻറ്റു 10 40 പ്ലസ് 6ൽ നിന്ന് 4 കുറച്ചാൽ 2, 40ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ ആൻസർ എത്ര കിട്ടി? 42. ഇത്രേ ഉള്ളൂ. അപ്പൊ ഏത് സീക്വൻസ് പറഞ്ഞിട്ട് ഒരു ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇത് വെച്ച് അങ്ങോട്ട് ചെയ്തോളണം. കേട്ടല്ലോ? വേണമെങ്കിൽ 7 10 13 ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 25th ടേം ഒന്ന് കണ്ടുപിടിച്ചേ.